തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വരവ് ചെലവ് കണക്ക് പരിശോധിക്കുന്നത് ദേവസ്വം ബെഞ്ചാണ്. ദേവസ്വം ബെഞ്ചിനാണ് അതിന് ഉത്തരവ്. ദേവസ്വം ബെഞ്ച് അവിടെ ഒരു സ്പെഷ്യൽ കമ്മീഷണർ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. ജില്ലാ ജഡ്ജിയുടെ റാങ്കിലുള്ള ഒരു സ്പെഷ്യൽ കമ്മീഷണർ. ഉത്സവകാലത്ത് ഞാൻ എപ്പോഴും അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. എപ്പോഴും അദ്ദേഹം അവിടെയുണ്ട്. അവിടെ അദ്ദേഹം ഇല്ലാത്ത ഒരു ദിവസം അവിടെ ഉണ്ടാകാറില്ല. എല്ലാ ദിവസത്തെയും വിവരങ്ങൾ, വിശേഷിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ദേവസ്വം കമ്മീഷണർ ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ചിന് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഒന്നും ഗവൺമെന്റ് റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല, ഗവൺമെന്റിലേക്ക് വരേണ്ട കാര്യമില്ല. ഗവൺമെന്റ് ഒരു തീരുമാനവും എടുക്കാൻ ഗവൺമെന്റ് അവകാശമില്ല. ആകെ ഈ മെമ്പർമാരെ തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പ് നടത്തി ആ തീരുമാനം കൊടുക്കാനുള്ള അധികാരമല്ലാതെ മറ്റൊന്നുമില്ല. ഇനി എന്തെങ്കിലും കുറ്റം ചെയ്ത ദേവസ്വം ബോർഡ് മെമ്പറുണ്ട്, ആ മെമ്പറെ പിരിച്ചുവിടാൻ അവകാശമില്ല. പിരിച്ചുവിടാനുള്ള അവകാശം അത് കോടതിയിൽ മാത്രം നിക്ഷിപ്തമാണ്. കോടതി ഈ പറയുന്ന ദേവസ്വം ബെഞ്ച് പറയണം ഇവരെ പിരിച്ചുവിടണമെന്ന്. ബെഞ്ചാണ് അത് തീരുമാനിക്കാനുള്ളത്, ദേവസ്വം ബെഞ്ചാണ് തീരുമാനിക്കുന്നത്. കോൺഗ്രസ് പറയുന്നത് തന്ത്രി അറസ്റ്റിലായി മന്ത്രിയെ സംരക്ഷിക്കുകയാണ്, BJP ഇതിലങ്ങനെ വീട്ടിലേക്ക് മാറ്റുകയാണ്. ഇതൊക്കെ ഒരു പൊളിറ്റിക്കൽ മാത്രമാണ്. അത് കേവലം രാഷ്ട്രീയമാണെന്ന് മനസ്സിലാക്കാൻ ത്രാണിയുള്ളവരാണ് തിരുവനന്തപുരം നഗരത്തിലെ മാധ്യമപ്രവർത്തകരെന്ന് എനിക്കറിയാം. ഇന്നലെ BJP അവിടെ ഒരു മാർച്ച് നടത്തി. അത് അവിടെ മത്സരിക്കാനായിട്ട് തട്ടുകൊടുത്ത് നിൽക്കുന്നതായിട്ടുള്ള ശ്രീ മുരളീധരന്റെ നിർബന്ധപൂർണമായിട്ടുള്ള പ്രേരണ കൊണ്ടൊന്ന് മാത്രം നടന്ന മാർച്ചെന്നാണ് ഞാൻ BJP കാരായിട്ടുള്ള ആളുകൾ പറഞ്ഞത് തന്നെ മനസ്സിലാക്കിയിട്ടുള്ളത്. അവർക്കാർക്കും താല്പര്യമൊന്നുമില്ല അവിടെ മാർച്ച് നടത്താനൊന്നും. അവർക്കെല്ലാവർക്കും അറിയാം, നാട്ടുകാർക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. മാർച്ച് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനത്തിന് ഇത് അത്യന്താപേക്ഷമാണ് തോന്നിയതുകൊണ്ടാകാം അദ്ദേഹം മാർച്ച് നടത്തുക. അത്രയൊന്നും അദ്ദേഹം പോകേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്ര ഒരു പുകമറയൊക്കെ മാറണ്ടേ? കാരണം അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് മന്ത്രി അറസ്റ്റിലായില്ല, തന്ത്രി അങ്ങനെ നിൽക്കില്ലേ? അതിനുള്ള അന്വേഷണം അതിന്റെ വഴിക്ക് നടക്കട്ടെ എന്ന് പൂർത്തീകരിച്ചാലും എന്നെ സംബന്ധിച്ചിടത്തോളം കാര്യമില്ല. തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകും. യാതൊരു സംശയം വേണ്ട. 5 വർഷക്കാലത്തെ ഇടതുമുന്നണിയുടെ പ്രവർത്തനം, 10 വർഷക്കാലത്തെ MLA എന്നുള്ള നിലയിലെ പ്രവർത്തനം നിശ്ചയമായിട്ടും ജനങ്ങൾക്കിടയിൽ നല്ല മതിപ്പുണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് നല്ല ബോധ്യമുണ്ട്. അത്രയേറെ വലിയ വികസന പ്രവർത്തനങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അവിടെ ആര് മത്സരിച്ചാലും ശരി, ജനങ്ങൾ LDF അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയം ഒരിക്കലും ബാധിക്കില്ല. പരിചയപ്പെട്ടത് അങ്ങനെയാണ്. അതിനുശേഷം താങ്കളുമായുള്ള ഒരു കൊച്ചിയുമായുള്ള ബന്ധം വളർന്നു. മറ്റേതെങ്കിലും തരത്തിലുള്ള താങ്കൾ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ ഏതെങ്കിലും വികസന പദ്ധതിയിലോ ഒക്കെ സ്പോൺസറായോ എങ്ങനെ എന്തെങ്കിലും സഹായത്തിനോ കൊച്ചി വന്നിരുന്നു, അങ്ങനെ എന്തെങ്കിലും ഇടപാടുകൾ നടന്നിട്ടുണ്ടോ? അതായത് നിങ്ങളിൽ ആരാണെന്ന് എനിക്കറിയില്ല. ഒരു മാധ്യമം അല്ലെങ്കിൽ ഒരു വിഷ്വൽ മീഡിയ കഴക്കൂട്ടം മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ സ്പോൺസർഷിപ്പിൽ പോറ്റിയുടെ സഹായം ലഭ്യമായിട്ടുണ്ടെന്നും പറയുകയുണ്ടായി. യഥാർത്ഥത്തിൽ കഴക്കൂട്ടം മണ്ഡലത്തിൽ വളരെ പാവപ്പെട്ട ആളുകളുണ്ട്. സത്യത്തിൽ നമുക്ക് സങ്കടം തോന്നുന്ന തരത്തിൽ കഴിയുന്ന ആളുകളുണ്ട്. ഞാൻ 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അവളെല്ലാത്തിനും A+ കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവളുടെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് 3 തകര കഷ്ണങ്ങൾ വെച്ചിട്ട് 2 തകര കഷ്ണങ്ങൾ ഇങ്ങനെയും 1 തകര കഷ്ണം മുകളിലും വെച്ചിട്ട് അതിനകത്ത് ഒരു വയസ്സായിട്ടുള്ള അമ്മ, കയ്യും കാലും ഒടിഞ്ഞ അവളുടെ മറ്റേത് അമ്മമ്മ, ഇത് അമ്മ, ഈ കുട്ടി കഴിയുന്നതാണ്. ആ കുട്ടിക്കാണെങ്കിൽ ഒരുതരം രോഗവുമുണ്ട്. പക്ഷെ പഠിക്കാൻ ഭയങ്കര മിടുകയാണ്. ആരുടെയും കരളലിയിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ആ കാഴ്ച എന്ന് പറയുന്നത്. അവിടെ ആ കുട്ടിക്ക് ഞാൻ ഒരു വീട് വെച്ച് കൊടുത്തു. അതിനൊരു സ്പോൺസറെ കണ്ടെത്തി. അന്നത്തെ മനോരമയുടെ ജോണി, ഇപ്പോൾ റിട്ടയർ ചെയ്ത് പോയിട്ടുള്ള ജോണി അതിനെ സഹായിച്ചു. ജോണി പറഞ്ഞിട്ട് വീട് വെച്ച് കൊടുത്ത ഒരാള് ജോണി തന്നെ എന്നെ പരിചയപ്പെടുത്തി. അയാൾ ഗൾഫുകാരനാണ്. വീട് വെച്ച് കൊടുത്തത്. അങ്ങനെ 10-40 പേർക്ക്, തികച്ചും അർഹതയായിട്ടുള്ള 10-40 പേർക്ക് വീടോ അല്ലെങ്കിൽ വീടിന്റെ റെനോവേഷനോ ഒക്കെ നടത്തി കൊടുത്തിട്ടുണ്ട്. എന്റെ ഭാഗ്യത്തിനാണെന്ന് തോന്നുന്നു. ഞാൻ ഈ പോറ്റിയോട് അവിടെ എന്തെങ്കിലും ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അവിടെ ഏതോ ഒരു പത്രം, അത് മനോരമ തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ, മനോരമ എഴുതി അവിടെ സ്പോൺസർ. ഞാനപ്പോൾ മനോരമക്കാരോട് പറഞ്ഞു, ആർക്കാണ് ഞാൻ അങ്ങനെ ഒരു വീട് വെച്ച് കൊടുത്തതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആളുകൾ നിങ്ങളൊന്ന് അതിൽ പറഞ്ഞല്ലോ, പറഞ്ഞ സ്ഥിതിക്ക് ഇന്ന ആൾക്കാണ് വീട് വെച്ച് കൊടുത്തതെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചിത്രമെടുത്ത് കൊടുക്കാന്ന് പറഞ്ഞു. പിന്നെ വീട് വെച്ച് കൊടുത്തത് ദേവസ്വം ബോർഡിന്റെ താല്പര്യപ്രകാരം. മറ്റേ രമണി എന്ന് പറയുന്ന ഏറ്റുമാനൂരപ്പനെ തട്ടിക്കൊണ്ടുപോയ സ്റ്റീഫനെ കണ്ടെത്തുന്നതിന് പോലീസിനെ സഹായിച്ചത് രമണിയുടെ നോട്ട്ബുക്കിലെ ഒരു കടലാസാണ്. ആ കടലാസാണ് യഥാർത്ഥത്തിൽ കള്ളനെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിന് സഹായമായത്, പോലീസിന് സഹായമായത്. അങ്ങനെയാണ് ഇവിടെ വന്ന് കണ്ടത്. അന്ന് 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു രമണി. കള്ളൻ സ്റ്റീഫനെ അറസ്റ്റ് ചെയ്തു. അതിനെ തുടർന്ന് യഥാർത്ഥത്തിൽ ഈ രമണിയെ പിന്നെ ആരും ശ്രദ്ധിച്ചില്ല.
കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് രമണിയുടെ ദയനീയമായിട്ടുള്ള കഥ മനോരമ തന്നെ ഒരു 3 എപ്പിസോഡിലായിട്ട് പ്രസിദ്ധീകരിക്കുന്ന പത്രമാണ് പ്രസിദ്ധീകരിക്കുന്നത്. അതിനകത്ത് അന്ന് ഇത്തരം ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് പിന്നെ സഹായകമായി മാറിയ രമണിയുടെ ഇന്നത്തെ അവസ്ഥ വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥ, വീടൊന്നുമില്ലാതെ, കുറച്ചൊക്കെ തന്നെ ദേവസ്വം ബോർഡ് ശ്രദ്ധിച്ചില്ല എന്നുള്ള കുറ്റപ്പെടുത്തലും അതേസമയം കരളലിയിക്കുന്ന തരത്തിലാണ് 3 എപ്പിസോഡ് വന്നത്. അതിന്റെ തുടർച്ചയായിട്ടാണ് യഥാർത്ഥത്തിൽ രമണിക്ക് വീട് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പോൺസർമാരെ ദേവസ്വം ബോർഡ് അന്നത്തെ ദേവസ്വം ബോർഡ് അന്വേഷിക്കുന്നതും ഇയാളെ കണ്ടെത്തുന്നതും അല്ലെങ്കിൽ ഇയാളുടെ കൂട്ടത്തിലുള്ള ഒരാളും കൂടി ചേർന്ന് വീട് വെച്ച് കൊടുക്കുക. ആ വീടിന്റെ താക്കോൽ ദാനം ആ ഒരു പരിപാടി നടന്നിട്ടുള്ളതായിട്ട് ഇയാളുടെ സ്പോൺസർഷിപ്പ് നടന്നിട്ടുള്ളതായിട്ട് എനിക്കറിയാം. ആ താക്കോൽ ദാനം നിർവഹിച്ചത് ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ ഞാനാണ്. ദേവസ്വം ബോർഡ് എനിക്ക് ആ താക്കോൽ ദാന ചടങ്ങിൽ പങ്കെടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ താക്കോൽ ദാന ചടങ്ങിൽ പങ്കെടുക്കുന്ന സന്ദർഭത്തിൽ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിരുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നോട് പറഞ്ഞിരുന്നു ഇന്ന സാഹചര്യത്തിലാണ് ഈ സ്ത്രീക്ക്, അന്ന് അവർ വളർന്നു കഴിഞ്ഞിരുന്നു, 10-20 വർഷം കഴിഞ്ഞേ. ഞാൻ പറഞ്ഞല്ലോ അത് ഇപ്പം അതൊന്നും വിശദീകരിക്കുന്ന കാര്യമില്ല. എയർപോർട്ടിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധി പ്രാവശ്യം ഈ ക്ഷേത്രത്തിന്റെ പരിസരത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. ഒരു മനുഷ്യനെ കാണുന്നതിലൊന്നും വലിയ കാര്യമൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എയർപോർട്ടിൽ വെച്ച് കാണുന്നതിലും വലിയ അസംഭാവ്യമായിട്ടുള്ള അത്രയേ ഉള്ളൂ. ആക്സിഡന്റ് ആയിട്ട് അവിടെ വെച്ച് കണ്ടു എന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്ന ആളുകളെ അങ്ങോട്ട് തള്ളിക്കറിയുക, കാണുന്ന ആളുകളെ മാറ്റുക, അങ്ങനെ കാണുന്ന ആളുകളെ ഇങ്ങനെ ചേർത്ത് വയ്ക്കുന്ന ഒരു സ്വഭാവം കഷ്ടകാലത്തിന് എനിക്ക് ഉണ്ടായിപ്പോയി. അത് ഇപ്പോൾ അത് ദുരന്തമായിട്ടൊക്കെ വരികയാണ്. എല്ലാവരുമായിട്ടും അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ആരെയും ഞാൻ അകറ്റി നിർത്താറില്ല. എല്ലാം ചോദിച്ചിട്ടുണ്ട്. അവർ ചോദിച്ചതിനെല്ലാം ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്.